ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നവരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാർ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലായാലും ആരോഗ്യ പരിപാലനത്തിലായാലും കൂടുതലും ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റെ സാന്നിധ്യവുമുണ്ട്. മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനും അഷ്ടമഭാവസ്ഥിതി കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കൂടാതെ തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ ഒരു സമയങ്ങളിൽ. കാരണം കർമാധിപതിയായിരിക്കുന്നതായ ശുക്രന് അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ അഷ്ടമശനിയിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും തൊഴിൽ മേഖലകളിലും എല്ലാം മാനസിക സമ്മർദ്ദങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ മാർച്ച് മാസത്തിൽ. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ബുധൻ ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ടും 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നത് കൊണ്ടും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാവുകയും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഈ നക്ഷത്രക്കാർ പൊതുവെ നാഗപൂജ ചെയ്യുന്നതും ഗണപതി പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും.